നമസ്കാരം. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് നമ്മളെ പഠിപ്പിച്ച, സന്യാസത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കല്ല, മറിച്ച് രാഷ്ട്രീയത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് തൻ്റെ ജീവിതത്തെ നയിച്ച മഹാത്മാഗാന്ധിയിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ഇന്ത്യൻനെസ് അല്ലെങ്കിൽ ഭാരതത്തെ തിരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. മഹാത്മാഗാന്ധി നൽകിയ ഒരു മാന്ത്രിക ചരടിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ദ താലിസ്മൻ ഓഫ് മഹാത്മാഗാന്ധി എന്നാണ് അതറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ വേളയിൽ ഏതാനും പ്രമുഖരായ നേതാക്കന്മാർ ഗാന്ധിജിയെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭരണഘടനയുടെ നിർമ്മാണത്തിൽ അങ്ങയുടെ ഉപദേശവും നിർദ്ദേശവും ആവശ്യമുണ്ടെന്ന്. ഗാന്ധിജി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മന്ത്രിച്ച ഒരു ചരട് നൽകാം, ആ ചരട് മാത്രമേ വിജയിക്കൂ. എന്നിട്ട് അദ്ദേഹം എഴുതി തയ്യാറാക്കിയ ഒരു കുറിപ്പ് ഈ നേതാക്കന്മാരുടെ കയ്യിൽ കൊടുത്തു. ആ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു: എപ്പോഴൊക്കെ സ്വാർത്ഥതയോ സംശയമോ നിങ്ങളെ അലട്ടുന്നു, അപ്പോഴൊക്കെ ഈ പരീക്ഷണം നടത്തുക. ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടുള്ള നിർധനരും അബലരുമായ അവനെയോ അവളെയോ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. എന്നിട്ട് ആലോചിക്കുക, ഇപ്പോൾ നിങ്ങൾ കൈക്കൊള്ളാൻ പോകുന്ന തീരുമാനം അവനോ അവൾക്കോ ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുമോ? അവന് അല്ലെങ്കിൽ അവൾക്ക് അതുകൊണ്ട് തൻ്റെ വിധിയെ നിശ്ചയിക്കുന്നതിൽ ഗുണം ചെയ്യുമോ? മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, അത് ശരീരം കൊണ്ടും മനസ്സും കൊണ്ടും ദാഹിക്കുന്ന ലക്ഷ്യങ്ങൾക്ക് സ്വരാജ് നൽകുമോ? അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാർത്ഥതയും സംശയവും അലിഞ്ഞില്ലാതാവുന്നത് കാണാൻ കഴിയും. എത്ര മഹത്തരമാണ് ഈ സന്ദേശം! വികസനത്തിൻ്റെ പേരിൽ കോപ്രായങ്ങൾ കാണിക്കുന്ന, അഴിമതിയും സ്വജനപക്ഷപാതവും കാണിക്കുന്ന അധികാരികളും രാഷ്ട്രീയക്കാരും ഇത് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ഈ സത്ത ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന നിലകൊള്ളുന്ന സ്വരാജും സർവോദയവും ഇന്ത്യൻ മാതൃകയിലൂടെ ലോകത്തിന് തന്നെ വിളംബരം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടതുണ്ട്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ രാജ്യത്തെ ഭിന്നിപ്പിച്ചതുകൊണ്ട് എന്തു നേട്ടം? സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും സഹകരണത്തിൻ്റെയും ഭാഷയിൽ നമുക്ക് ഒരുമിച്ചല്ലേ പ്രവർത്തിക്കേണ്ടത്? കറൻസി നോട്ടുകളിൽ ഒതുക്കി വെച്ച മഹാത്മാഗാന്ധിയെ നമുക്ക് ഹൃദയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ, ഇന്ന് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ അനന്തരഫലമാണ് നാളെ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടി, ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ അനന്തരഫലമാണ് നാളെ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. ജയ് ജഗത്, ജയ് ഹിന്ദ്.